ഇതാണ് നമ്മുടെ ഹിസ്റ്ററിയുടെ സിലബസ്. 4 മൊഡ്യൂൾസാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ആൻഷ്യൻ്റ് ഇന്ത്യ. അതിൽ ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് നമ്മൾ പഠിക്കും. വേദിക് ഏജ്, മൗര്യൻ ആൻഡ് ഗുപ്ത എംപയേഴ്സ്, അങ്ങനെയാണ് ആ ഒരു മൊഡ്യൂളിൽ ടോപ്പിക്സ് വരുന്നത്. സെക്കൻഡ് മൊഡ്യൂളിൽ മിഡീവൽ ഇന്ത്യയാണ്. അതിൽ ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചും വിജയനഗര അതുപോലെ മുഗൾസിനെ കുറിച്ചും പഠിക്കും. തേർഡ് മൊഡ്യൂളിൽ മോഡേൺ ഇന്ത്യയാണ്. ബ്രിട്ടീഷ് റൂള്, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ്, ഫ്രീഡം സ്ട്രഗിൾസ്, ഇതൊക്കെയാണ് ഈ ഒരു തേർഡ് മൊഡ്യൂളിൽ നോക്കുന്നത്. കേരള ഹിസ്റ്ററി വരുമ്പോൾ അതിൽ ചേര ഡൈനാസ്റ്റി വരുന്നുണ്ട്, ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ, അതുപോലെ സോഷ്യൽ റിഫോംസ്, ഫ്രീഡം മൂവ്മെൻറ്റ്, ഇതെല്ലാം നമ്മുടെ ഈ ഒരു 4th മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആണ് കേരള ഹിസ്റ്ററി. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മൊഡ്യൂള്. നമ്മളങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇനി ആൻഷ്യൻ്റ് ഇന്ത്യ എന്താണ് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ എന്നുള്ളത് നോക്കും. അതിൽ നമ്മൾ ആൻഷ്യൻ്റ് ഇന്ത്യ വരുമ്പോൾ അതിൽ സ്റ്റോൺ ഏജസിനെ കുറിച്ചൊക്കെ പഠിക്കും. പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക്, ചാൽക്കോലിത്തിക്. അപ്പോൾ ഈ ഒരു സ്റ്റോൺ ഏജസിനെ കുറിച്ച് ഇതിൽ പഠിക്കും. ഇൻഡസ് വാലി സിവിലൈസേഷനും എല്ലാം നമ്മളിതിൽ നോക്കും. സോ ഇതാണ് ആ ഒരു സ്ട്രക്ചർ ഓഫ് മൊഡ്യൂൾ, സ്ട്രക്ചർ ഓഫ് സിലബസ് എന്ന് പറയുന്നത് ഹിസ്റ്ററിയുടെ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ ആൻഷ്യൻ്റ് ഇന്ത്യയിൽ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ ആൻഷ്യൻ്റ് ഇന്ത്യയിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. അത് ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രീ ഹിസ്റ്റോറിക് ആൻഡ് പ്രോട്ടോ ഹിസ്റ്റോറിക് ഇന്ത്യ. അതായത് പ്രോട്ടോ ഹിസ്റ്റോറിക് എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ്, അതായത് റെക്കോർഡഡ് ഹിസ്റ്ററിക്ക് മുൻപ് വരെയുള്ള ആ ഒരു പീരീഡ് എങ്ങനെയായിരുന്നു. സോ ആ ഒരു സ്റ്റോൺ ഏജസ്, അതായത് ചാൽക്കോലിത്തിക് ഏജ് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് നോക്കുന്നത്. അപ്പോൾ എന്താണ് ആ ഒരു സ്റ്റോൺ ഏജസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 4ആയിട്ട്. ഫസ്റ്റാണ് പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്, ആൻഡ് സെക്കൻഡ് മീസോലിത്തിക് ഏജ്, തേർഡ് നിയോലിത്തിക് ഏജ്, ഫോർത്ത് ചാൽക്കോലിത്തിക് ഏജ്. എന്താണിതെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി നോക്കാം. ആൻഷ്യൻ്റ് ഇന്ത്യ, പ്രീ ഹിസ്റ്റോറിക് ആൻഡ് പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡ്. സോ ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഹിസ്റ്ററി റിട്ടൺ റെക്കോർഡ്സിന് മുൻപ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിനെ ഡിഫറെൻറ്റ് സ്റ്റേജസ് അല്ലെങ്കിൽ ഏജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് അതായത് അന്നത്തെ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ടൂൾസിൻ്റെയും അതുപോലെ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈലിനെയും ബേസ് ചെയ്തിട്ടാണ് ഡിവൈഡ് ചെയ്തിരുന്നത്. സോ ആ ഒരു ഡിവിഷനാണ് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത പാലിയോലിത്തിക് ഏജ്, മീസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്, അതുപോലെ ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. സോ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പാലിയോലിത്തിക് ഏജ്, അല്ലെങ്കിൽ അതിനെ ഓൾഡ് സ്റ്റോൺ ഏജ് എന്നും പറയും. പാലിയോലിത്തിക് എന്ന് പറയുന്ന വേർഡ് ഒരു ഗ്രീക്ക് വേർഡാണ്. പാലിയോ എന്ന് പറഞ്ഞാൽ ഓൾഡ് എന്നും ലിത്തോസ് എന്ന് പറയുന്നത് സ്റ്റോൺ എന്നുമാണ് മീനിങ്. സോ അതിനെ കമ്പൈൻ ചെയ്തിട്ട് ഓൾഡ് സ്റ്റോൺ ഏജ് എന്ന് പറയുന്നു. സോ ഈ ഒരു നെയിം എങ്ങനെയാണ് വന്നിരിക്കുന്നത്, അവർ യൂസ് ചെയ്തിരുന്ന ടൂൾസിൻ്റെയും അതുപോലെ തന്നെ അവരുടെ ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് സ്റ്റേജിനെയും ബേസ് ചെയ്തിട്ടാണ്. സോ അവർ യൂസ് ചെയ്തിരുന്ന ടൂൾ എന്ന് പറയുമ്പോൾ മെയിനായിട്ടും സ്റ്റോൺ ആയിരുന്നു. അത് റഫായിട്ടുള്ളതാണ്, അൺപോളിഷ്ഡ്. എങ്ങനെയാണോ സ്റ്റോൺ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് അവർ യൂസ് ചെയ്തിരുന്നത്. അന്ന് ആ ഒരു മനുഷ്യർ, നമുക്കറിയാം, അവർ മെയിനായിട്ടും ഹണ്ടർ ഗ്യാദറേഴ്സ് ആയിരുന്നു. അതായത് വേട്ടയാടി ജീവിച്ചിരുന്നവരാണ്. നൊമാഡിക്കാണ്, അതായത് ഒരു പ്ലേസിൽ അവർ സ്റ്റേ ചെയ്തിരുന്നില്ല, അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്നവരായിരുന്നു. സോ സർവൈവലായിരുന്നു മെയിനായിട്ടും അവരുടെ ഒരു ലെവൽ ഓഫ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. സർവൈവ് ചെയ്യുക. ഹണ്ടർ ഗ്യാദറേഴ്സ് മെയിനായിട്ടും അവർ വേട്ടയാടുന്നു, ആ ഒരു മൃഗങ്ങളെ ഭക്ഷിക്കുന്നു, ലീവ് ചെയ്യുന്നു, സർവൈവ് ചെയ്യുന്നു. സോ അതായിരുന്നു വേ ഓഫ് ലിവിങ് എന്ന് പറയുന്നത്. ആൻഡ് സ്റ്റോൺ ആണ് അവർ യൂസ് ചെയ്തിരുന്ന ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ടൂൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഏജ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഹിസ്റ്ററിയിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഏജ് ആയിരുന്നു പാലിയോലിത്തിക് ഏജ്. ആ ഒരു ഏജിൽ ഹ്യൂമൻസ് അവർ ലേൺ ചെയ്തു എങ്ങനെയാണ് സർവൈവ് ചെയ്യേണ്ടത്, വേട്ടയാടേണ്ടത് എങ്ങനെയാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഗ്യാദർ ചെയ്യുക, ഗ്രൂപ്പായിട്ട് ലീവ് ചെയ്യുക. സോ ഇതെല്ലാം ആ ഒരു ഏർലിയസ്റ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ലൈഫിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു സ്റ്റോൺ ആണ് അവർ യൂസ് ചെയ്തിരുന്ന ടൂൾ. സോ ഇത് തന്നെയായിരുന്നു ഫസ്റ്റ് ടെക്നോളജിക്കൽ
അഡ്വാൻസ്മെൻറ്റ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി എന്ന് പറയുന്നത്. മറ്റ് ടെക്നോളജീസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുൻപ് ഫസ്റ്റ് ഒരു ടെക്നോളജി ആയിട്ട് ഹ്യൂമൻ ബീങ്സ് ഇൻവെൻറ്റ് ചെയ്തിരുന്നത് എന്ന് തന്നെ പറയാം. സോ സ്റ്റോൺ ആയിരുന്നു അവർ കണ്ടെത്തിയ ആ ഒരു ടൂൾ എന്ന് പറയുന്നത്. സർവൈവലിന് പോലും അല്ലെങ്കിൽ സർവൈവലിന് വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയതാണ് ഈ ഒരു സ്റ്റോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവർ ഡിസ്കവർ ചെയ്തതാണ് ഫയർ. സോ ഫയർ പ്രൊവൈഡഡ് വാംത്ത്, പ്രൊട്ടക്ഷൻ ആൻഡ് കുക്കിംഗ് വിച്ച് ഇംപ്രൂവ്ഡ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് സർവൈവൽ. അതുപോലെ സോഷ്യൽ സ്ട്രക്ചർ ഫോർമേഷൻ എന്ന് പറയുന്നതും ഈ ഒരു ഏജിൽ കാണാം. അവർ സ്മോൾ ഗ്രൂപ്പ്സ് ആയിട്ട് ലീവ് ചെയ്തിരുന്നു. ആൻഡ് ഇതിനെ ഫസ്റ്റ് ഫോം ഓഫ് ട്രൈബൽ സൊസൈറ്റി എന്ന് പറയുന്നു. ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് അവർ ലീവ് ചെയ്യാൻ നോക്കിയിരുന്നു. അതുപോലെ തന്നെ കേവ് പെയിൻറ്റിങ്സും സിംബോളിക് ആർട്ടുകളും ഒരു ഏർലിയസ്റ്റ് എവിഡൻസ് ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇത് ഡിനോട്ട് ചെയ്യുന്നത് ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി അതുപോലെ തന്നെ അവരുടെ കമ്മ്യൂണിക്കേഷനെയൊക്കെയാണ്. അതായത് പല കേവുകളിലും ഗുഹകളിലും അന്നത്തെ മനുഷ്യർ അവർ പെയിൻറ്റിങ് ചെയ്തിരുന്നതായും ആർട്ട് ഫോമുകളായിക്കോട്ടെ അതുപോലെ തന്നെ പല തരത്തിലുള്ള പെയിൻറ്റിങ്സ്, ആർട്ട് ഇതെല്ലാം അവരന്ന് തന്നെ ക്രിയേറ്റ് ചെയ്തിരുന്നു എന്നുള്ളത് നമുക്കതിനുള്ള എവിഡൻസും ലഭ്യമാണ്. സോ ഈ ഒരു ഏജ് എന്ന് പറയുന്നത് ലേറ്റർ വന്ന ഏജസിൻ്റെ ഒരു ഫൗണ്ടേഷനായിട്ടാണ് കണക്കാക്കുന്നത്. ആൻഡ് ഈ ഒരു പാലിയോലിത്തിക് ഏജിൽ അവർ നൊമാഡിക് ആയിട്ടുള്ളതും ഹണ്ടർ ഗ്യാദറേഴ്സും ആയിരുന്നെങ്കിൽ പിന്നീട് വന്ന ലേറ്റർ ഏജസിൽ അവർ ഡൊമസ്റ്റിക്കേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നതായിട്ട് കാണാം. അതായത് ആനിമൽസിനെ ഹണ്ട് ചെയ്തിരുന്നതിൽ നിന്നും അവർ പിന്നീട് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാനായിട്ട്, അതായത് മൃഗങ്ങളെ വളർത്താനായിട്ട് തുടങ്ങി. ആൻഡ് അഗ്രികൾച്ചർ അവർ സ്റ്റാർട്ട് ചെയ്തു. ഇത് നിയോലിത്തിക് ഏജ് ആകുമ്പോഴാണ് ഈ ഒരു അഗ്രികൾച്ചറിലേക്ക് കടക്കുന്നത്. സോ ഇതൊരു ട്രാൻസ്ഫോർമേഷൻ, അതായത് ലേറ്റർ ഏജസിലേക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ആയിട്ടുള്ള ഒരു ഏജ് ആയിരുന്നു നമ്മുടെ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. സോ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പാലിയോലിത്തിക് ഏജിൻ്റെ ആ ഒരു ടൈം പീരീഡ് നമ്മൾ നോക്കുമ്പോൾ 2.5 മില്യൺ ഇയേഴ്സ് അഗോ ആണ് ഈ ഒരു പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ആൻഡ് ബിറ്റ്വീൻ 10,000 BCE 3 ഫേസസ് ആണ് ഈ ഒരു പാലിയോലിത്തിക് ഏജിൽ വരുന്നത്. ലോവർ പാലിയോലിത്തിക്, മിഡിൽ പാലിയോലിത്തിക് ആൻഡ് അപ്പർ പാലിയോലിത്തിക്. ലോവർ പാലിയോലിത്തിക് ആ ഒരു ഏജിൻ്റെ ടൈം പീരീഡ് 2.5 മില്യൺ ടു ബിറ്റ്വീൻ 2 lakh BCE. സോ ഇൻ ബിറ്റ്വീൻ ആയിരുന്നു ഈ ഒരു ലോവർ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ലോവർ പാലിയോലിത്തിക് ഏജിൽ യൂസ് ചെയ്തിരുന്ന ടൂൾസ് എന്ന് പറയുമ്പോൾ ചോപ്പർ, അതായത് ചോപ്പിംഗ് ടൂൾസ് ആയിരുന്നു അന്ന് യൂസ് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ ഓൾഡ് ഓവൻ കൾച്ചർ, അതായത് ഈ ഒരു ലോവർ പാലിയോലിത്തിക് ഏജിൽ യൂസ് ചെയ്തിരുന്ന ടൂൾസിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ 2 വിശേഷണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ചോപ്പിംഗ് ടൂൾസ് കൾച്ചർ എന്നും ഓൾഡ് ഓവൻ കൾച്ചർ എന്നും. സോ ചിപ്പിംഗ് സ്റ്റോൺസ് ആണ് അന്ന് യൂസ് ചെയ്തിരുന്നത്. റഫ് ആയിട്ടുള്ളതും അൺപോളിഷ്ഡ് ആയിട്ടുള്ളതും ആയ ടൂൾസ് ആയിരുന്നു. ഹാൻഡ് ആക്സ് ഇതിനൊരു എക്സാമ്പിൾ ആണ്. സോ അന്നത്തെ ആ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ നൊമാറ്റിക് ആയിട്ടുള്ള ഹണ്ടർ ഗ്യാദറേഴ്സ് ആയിരുന്നു. അവർ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് വൈൽഡ് ഫ്രൂട്ട്സ്, റൂട്ട്സ് അതുപോലെ തന്നെ ഹണ്ടഡ് ആനിമൽസിനെയൊക്കെ ആയിരുന്നു. ആൻഡ് ഇവർ ഫയർ യൂസ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അതായത് ആ ഒരു ലോവർ പാലിയോലിത്തിക് ഏജിൻ്റെ ആ ഒരു എൻഡ് വരെയും ഇവർ ഈ ഒരു ഫയർ, അതായത് സ്റ്റോൺ ഉപയോഗിച്ചിട്ട് ഫയർ യൂസ് ചെയ്തിരുന്നു. ഇവരുടെ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു? ഒരു റിട്ടൺ ലാംഗ്വേജ് ഇല്ലായിരുന്നു. അതായത് റിട്ടൺ ആയിട്ടുള്ള റെക്കോർഡ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവരുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റേഴ്സ് ആൻഡ് സൗണ്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ആയിരിക്കാം എന്ന് മാത്രമേ നമുക്ക് കാരണം റിട്ടൺ റെക്കോർഡ്സ് ഉണ്ടായിരുന്നില്ല. ആൻഡ്
ഇനി നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റ്സ് ആണ്. നമ്മൾ ഈ ഒരു പാലിയോലിത്തിക് ഏജ് ഡിസ്കവർ ചെയ്തിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റോ ജാർഖണ്ഡ് ആൻഡ് ബീഹാറിലാണ്. ഇവിടെ ഡിസ്കവർ ചെയ്തിരിക്കുന്നത് ഏർലി സ്റ്റോൺ ടൂൾസ് ഈ ഒരു പ്ലേസിൽ ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റോ. സെക്കൻഡ്, സോൺ വാലി പഞ്ചാബ് റീജിയണിലാണ്. ആഫ്രിക്കൻ സൈറ്റ്സിൽ കണ്ടിട്ടുള്ള സിമിലർ ടൂൾസ് ഈ ഒരു സോൺ വാലിയിൽ നിന്നും ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. പഞ്ചാബ് റീജിയണിൽ വരുന്നു. അതിരാഗ് തമിഴ്നാട് ആണ് വെരി ഏർലി സ്റ്റോൺ ടൂൾസ് ഫൈൻഡ്സ്. അപ്പോൾ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് തമിഴ്നാടിൽ അതിരമ്പാക്കം എന്ന് പറയുന്ന ആ ഒരു പ്ലേസിൽ ഈ ഒരു സ്റ്റോൺ ഏജിൻ്റെ ഡിസ്കവറി നടത്തിയിട്ടുണ്ട്. സെക്കൻഡ് വൺ, മിഡിൽ പാലിയോലിത്തിക് ഏജ്. അത് 2 ലാഖിനും 4 ലാഖ് BCക്കും ബിറ്റ്വീൻ ആയിരുന്നു ഈ ഒരു മിഡിൽ പാലിയോലിത്തിക് ഏജ്. അവിടെ യൂസ് ചെയ്തിരുന്ന ടൂൾസാണ് മൗസ്റ്റീരിയൻ ടൂൾസ്, MOUSTERIAN, മൗസ്റ്റീരിയൻ ടൂൾസ് കൾച്ചർ എന്ന് പറയും ഈ ഒരു മിഡിൽ പാലിയോലിത്തിക് ഏജിനെ. അതായത് സ്മോളർ ആയിട്ടുള്ളതും ഷാർപ്പർ ആയിട്ടുള്ളതും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതുമായ ടൂൾസാണ് യൂസ് ചെയ്തിരുന്നത്. സ്ക്രാപ്പേഴ്സ്, പോയിൻറ്റ്സ്, ബ്ലേഡ്സ് ഇതൊക്കെയാണ് അവർ യൂസ് ചെയ്തിരുന്ന ടൂൾസ്. പാലിയോലിത്തിക് ഏജിൽ റോ ആയിട്ടുള്ളതും റഫ് ആയിട്ടുള്ളതുമായ സ്റ്റോണാണ് യൂസ് ചെയ്തിരുന്നതെങ്കിൽ ഈ മോസ്റ്റീരിയൻ ടൂൾസ് കൾച്ചറിലേക്ക് വരുമ്പോൾ അവർ സ്മോൾ ആയിട്ടുള്ളതും എന്നാൽ ഷാർപ്പർ ആയിട്ടുള്ളതുമായ ടൂൾസാണ് യൂസ് ചെയ്തിരുന്നത്. ആൻഡ് ഇവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് സ്റ്റിൽ നൊമാഡിക് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലായിരുന്നു. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള ഹണ്ടിങ് സ്ട്രാറ്റജീസ് ഒക്കെ ഇവർ യൂസ് ചെയ്തിരുന്നു. ആ ഒരു ഏജിൽ ടെമ്പററി ആയിട്ടുള്ള ഷെൽറ്റേഴ്സും കേവ്സും ഒക്കെയാണ് ഇവർ ലീവ് ചെയ്യാനായിട്ട് കണ്ടെത്തിയിരുന്നത്. ആർട്ട് ആൻഡ് കൾച്ചർ നോക്കുമ്പോൾ വെരി ബേസിക് ആയിട്ടുള്ള ആർട്ട് ആൻഡ് കൾച്ചർ ഫോംസ് ഒക്കെ അവർ യൂസ് ചെയ്തിരുന്നു. സിംബോളിക് എക്സ്പ്രഷൻസ് ഉണ്ടായിരുന്നു. ഈ ഒരു മിഡിൽ പാലിയോലിത്തിക് ഏജ് ഫൗണ്ട് ചെയ്തിരിക്കുന്ന സൈറ്റ്സ് എന്ന് പറയുന്നത് ഭീംബേട്ക കേവ്സ് മധ്യപ്രദേശിലാണ്. അതായത് ഷെൽട്ടറായിട്ട് ഇവർ ഗുഹകൾ, കേവ്സ് യൂസ് ചെയ്തിരുന്നു എന്നുള്ളൊരു എവിഡൻസ് ഈ ഒരു ഭീംബേട്ക കേവ്സിലാണ് കണ്ടെത്തിയത്. ഓൾറെഡി പറഞ്ഞു ഇവർ ഷെൽട്ടറായിട്ട് ടെമ്പററി ഷെൽട്ടേഴ്സ് യൂസ് ചെയ്തിരുന്നു, കേവ്സ് ഒക്കെ യൂസ് ചെയ്തിരുന്നു. സോ അത് ഭീംബേട്ക കേവ്സ് ആണ് അങ്ങനെ ഡിസ്കവർ ചെയ്തിട്ടുള്ള പ്ലേസ്. അത് മധ്യപ്രദേശിലാണ്. ധരാക്കി ഛാദാൻ എന്ന് പറയുന്ന ഒരു പ്ലേസ്, അത് മധ്യപ്രദേശിലാണ്. മിഡിൽ പാലിയോലിത്തിക് ടൂൾസ് നമ്മൾ മെൻഷൻ ചെയ്ത ഈ ഒരു സ്ക്രാപ്പേഴ്സ്, ബ്ലേഡ്സ്, പോയിൻറ്റ്സ് ഇതെല്ലാം ഈ ഒരു ധരാക്കി അല്ലെങ്കിൽ ഛാദാൻ ആ ഒരു പ്ലേസിൽ നിന്നും ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, അപ്പർ പാലിയോലിത്തിക് ഏജ് 4 ലാഖ് ആൻഡ് 1000 BCE. സോ ഇൻ ബിറ്റ്വീൻ ഈ ഒരു പീരീഡിലാണ് ഈ ഒരു അപ്പർ പാലിയോലിത്തിക് ഏജ് വരുന്നത്. അവിടെ അഡ്വാൻസ്ഡായി ഈ ഒരു ഏജിലേക്ക് വന്നപ്പോഴേക്കും വെരി അഡ്വാൻസ്ഡ്, അതുപോലെ തന്നെ ഫൈൻ ആൻഡ് സ്പെഷ്യലൈസ്ഡ് ടൂൾസാണ് അന്നത്തെ ആ ഒരു പീപ്പിൾ യൂസ് ചെയ്തിരുന്നത്. ടൂൾസ് എന്ന് പറയുമ്പോൾ ബെറിൻസ്, നൈഫ്സ്, മൈക്രോലിത്ത് മീൻസ് സ്മോൾ സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്തിരുന്നു. അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് സെമി സെഡൻറ്ററി, അതായത് ഒരു പ്ലേസിൽ അവരങ്ങനെ ലൊക്കേറ്റ് ചെയ്തിരുന്നില്ല. അവർ ഹണ്ടർ ഗ്യാദറേഴ്സ് തന്നെയായിരുന്നു. പക്ഷേ കൂടുതൽ ഓർഗനൈസ്ഡ് ആയിട്ട് അവർ ഹണ്ടിങ്ങും മറ്റും നടത്തി. സീസണലായിട്ടുള്ള മൈഗ്രേഷൻ ആയിരുന്നു. അതായത് ഒരു പ്ലേസിൽ അവർ സ്റ്റേ ചെയ്യുന്നു ആൻഡ് ഒരു പർട്ടിക്കുലർ സീസൺ കഴിയുമ്പോൾ അവരവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നു. സോ അങ്ങനെ ഗ്രൂപ്പായിട്ടുള്ള ഈ ഒരു സീസണൽ മൈഗ്രേഷൻ ഈ ഒരു അപ്പർ പാലിയോലിത്തിക് ഏജിൽ വന്നപ്പോൾ ഉണ്ടായി. ആൻഡ് ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞാൽ കേവ് പെയിൻറ്റിങ്സും അതുപോലെ തന്നെ എൻഗ്രേവിങ്സും എല്ലാം കോമൺ ആയിരുന്നു. എൻഗ്രേവിങ്സ് എന്ന് പറഞ്ഞാൽ അവർ പെയിൻറ്റിങ്സും അതുപോലെ തന്നെ
ശില്പങ്ങൾ പോലെയൊക്കെ ഈ ഒരു കേവ്സിലൊക്കെ ചെയ്തിരുന്നു. അനിമൽസിനെയും ഹ്യൂമൻ ഫിഗേഴ്സ് അതുപോലെ തന്നെ ജോമെട്രിക് പാറ്റേൺസ് ഒക്കെ കേവ്സിൽ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇങ്ങനെ കണ്ടെത്തിയ ഒരു ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ് ആണ് ഇന്ത്യയിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ള ഭീംബേത്ക കേവ്സ് മധ്യപ്രദേശിൽ. അപ്പർ പാലിയോലിത്തിക് പെയിൻറ്റിങ്സ് ആണ് ഇവിടെ കണ്ടെത്തിയിരുന്നത്. ആഡംഗർ ഹിൽസ് മഹാരാഷ്ട്രയിലാണ് കേവ് പെയിൻറ്റിങ്സും മൈക്രോലിത്സും, അതായത് സ്മോൾ സ്റ്റോൺ ടൂൾസും ഈ ഒരു ആഡംഗ്ര ഹിൽസിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ബാഗർ രാജസ്ഥാൻ ഹണ്ടിങ് അതുപോലെ തന്നെ ക്യാമ്പ്, ഇതിൻ്റെ എല്ലാം എവിഡൻസ് ഈ ഒരു ബാഗർ രാജസ്ഥാനിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ടിപ്പാണ്, ഭീംബേത്ക കേവ്സ് മോസ്റ്റ് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഭീംബേത്ക കേവ്സ്. അതായത് അപ്പർ പാലിയോലിത്തിക് കേവ് പെയിൻറ്റിങ്സ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭീംബേത്ക കേവ്സിൽ നിന്നാണ്. മൈക്രോലിത്ത് എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഫീച്ചറായിരുന്നു. അതായത് സ്മോൾ സ്റ്റോൺ ടൂൾസ് ആണ് ഈ ഒരു മൈക്രോലിത്ത് യൂസ് ചെയ്തിരുന്നത് ഈ ഒരു അപ്പർ പാലിയോലിത്തിക് ഏജിലായിരുന്നു. അത് മറ്റ് പാലിയോലിത്തിക് ഏജസിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇവർ ഈ ഒരു മൈക്രോലിത്ത് യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഈ ഒരു രണ്ട് ആൻസേഴ്സ് എപ്പോഴും ഓർത്ത് വെക്കേണ്ടതാണ്, ഭീംബേത്ക കേവ്സും മൈക്രോലിത്സും. ഇനി ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, ഓൾഡസ്റ്റ് സ്റ്റോൺ ടൂൾസ് ഇൻ ഇന്ത്യ. അതിരമ്പാക്കം, തമിഴ്നാട്. കേവ് പെയിൻറ്റിങ്സ് ഓഫ് പാലിയോലിത്തിക് ഏജ് ഭീംബേത്ക കേവ്സിൽ നിന്നാണ് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. മോസ്റ്റീരിയൻ ടൂൾസ് ബിലോങ്സ് ടു വിച്ച് പീരീഡ്? മിഡിൽ പാലിയോലിത്തിക്. വാട്ട് ഈസ് മൈക്രോലിത്ത്? സ്മോൾ ഷാർപ്പ് സ്റ്റോൺ ടൂൾസ് ഓഫ് അപ്പർ പാലിയോലിത്തിക് ഏജ്. ലൈഫ് സ്റ്റൈൽ ഓഫ് പാലിയോലിത്തിക് പീപ്പിൾ. They are nomadic hunter-gatherers. Earliest evidence of fire in India. Lower Paleolithic period. Famous Upper Paleolithic site in Madhya Pradesh. Bhimbetka. Main occupation hunting and gathering. സോ ഇത്രയുമാണ് നമ്മുടെ ഒരു പാലിയോലിത്തിക് ഏജിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മീസോലിത്തിക് ഏജ് ആണ്.